മാനുവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന അതേ കാപ്പാട് ഉന്നതിയിലെ പാലൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. പാലനെ 6 വർഷം മുമ്പ് ആന ആക്രമിച്ചതാണ്. ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, ഇരുന്ന ഇരിപ്പിലാണ്. എന്താ അന്ന് സംഭവിച്ചത്? ആന തട്ടി വെച്ചാറേ, ആന തട്ടിട്ട് ഇപ്പം 6 വർഷമായി. എനിക്ക് നടക്കാനും പറ്റില്ല, പോകാനും പറ്റില്ല. ശരിക്കാര് വക പിന്നെ അതും എനിക്കൊന്നും തിരിച്ചും തന്നില്ല. ഒന്നും കിട്ടിയില്ലേ അന്ന് ആന ആക്രമിച്ചില്ല? ഒന്നും കിട്ടില്ല. ഞാൻ ചിലവാക്കിയ 10,000 റുപ്യ എനിക്ക് തിരിച്ചു തന്നിക്കുന്നു. ചികിത്സേൻ്റെ 10,000 റുപ്യ കിട്ടി? ആ, അത് കിട്ടി. വേറെ ഒന്നും കിട്ടിയില്ല? ഇല്ല. ഇപ്പോൾ പണിക്കൊന്നും പോകാണ്ട് എങ്ങനെ ജീവിക്കും? അപ്പോൾ കാർഡായി കൊണ്ടുവന്നിട്ട് അത് കുറച്ച് വെള്ളം കുടിച്ച് ഞാൻ ജീവിക്കുന്നു. റേഷൻ അരി മാത്രമാണുള്ളൂ? ആ, പിന്നെ പണിക്ക് പോയാലല്ലേ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അരി കൊണ്ടുവരും. കറിക്കും ഒന്നും ഉണ്ടായില്ല, പഞ്ചസാര ഉണ്ടായില്ല, ചായപ്പൊടി ഉണ്ടായില്ല. ഞാനിപ്പോഴും ഇതാ പട്ടിണി തന്നെ ഞാൻ വിൽക്കുന്നത്. അല്ല, ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വീട്ടിലിപ്പോൾ ഇവിടെ ആരുമില്ല. കുട്ടികളൊക്കെ ഇവിടെയാണ് മാറി താമസിച്ചു. ആ, ഇപ്പൊ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ള? നടക്കാൻ ബുദ്ധിമുട്ടാ? ഇപ്പം എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തന്നെ. അതാണ് ഇപ്പം ഞാൻ ഇവിടുന്ന് അങ്ങനത്തെ താഴത്ത് ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പൊ ചികിത്സക്കൊക്കെ എങ്ങനെയാ പോവാ? ചികിത്സ ഇപ്പം ആര് നടത്തുന്നു? ചികിത്സയൊന്നുമില്ല? ഇല്ല, വെറുതെ ഇവിടെ വീട്ടിൽ തന്നെ. അതാണ് പാലന്റെ അവസ്ഥ. 6 വർഷം മുമ്പ് കാട്ടാന ആക്രമിച്ചതാണ്. ചികിത്സ സർക്കാരിൽ നിന്ന് കിട്ടിയെന്ന് ഒരു സഹായവും കിട്ടിയില്ല. പണിക്ക് പോകാൻ കഴിയില്ല. റേഷനരി മാത്രമാണ് ആകെയുള്ള ആശ്രയം. ഈ വീട്ടിൽ തന്നെ കഞ്ഞിവെച്ച് കഴിയുകയാണ് എന്നാണ് പാലൻ പറയുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.